കെപിസിസിയുടെ കരട് സ്ഥാനാർത്ഥി പട്ടിക നാളെ ഹൈക്കമാൻഡിന് കൈമാറും. എഐസിസി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന നേതാക്കളുടെ യോഗത്തിലാണ് തീരുമാനം. ഡിസിസി നൽകിയ ലിസ്റ്റിൽ നിന്നാണ് ചുരുക്കപ്പട്ടിക തയ്യാറാക്കുക. വിവാദമായ സാഹചര്യത്തിൽ തിരുവമ്പാടി സീറ്റിൽ കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചിട്ടില്ലെന്ന് വി.എം. സുധീരൻ പ്രതികരിച്ചു. 20-ാം തീയതി LDF സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുന്ന സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികളെ വേഗം തീരുമാനിക്കണമെന്ന ധാരണയാണ് ചർച്ചയിലുണ്ടായത്. DCC നൽകിയ പ്രാഥമിക ലിസ്റ്റിൽ നിന്ന് ചുരുക്കപ്പട്ടിക തയ്യാറാക്കി നാളെ ഹൈക്കമാൻഡിന് നൽകാനാണ് തീരുമാനം. ഉമ്മൻചാണ്ടിയും വി.എം. സുധീരനും രമേശ് ചെന്നിത്തലയും നടത്തിയ കൂടിക്കാഴ്ചയിൽ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കും പങ്കെടുത്തു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ നിർദ്ദേശിച്ചിട്ടുള്ള പ്രാഥമിക പട്ടിക സംബന്ധിച്ച് ഇന്നോ നാളെയോ അതിന് അന്തിമ രൂപം നൽകും. AICCയുടെ പരിശോധനയ്ക്ക് അത് എത്രയും വേഗം അയച്ചു കൊടുക്കും. തിരുവമ്പാടിയിലെ ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ താമരശ്ശേരി രൂപത രംഗത്ത് വന്ന സാഹചര്യത്തിൽ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞ സുധീരൻ സീറ്റിനായി കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചിട്ടില്ലെന്നും കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല ഇതുവരെ. കായൽ നികത്താൻ അനുമതി നൽകിയ സംഭവത്തിൽ ഉചിതമായ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും സുധീരൻ വ്യക്തമാക്കി. റാഹിസ് റഷീദ്, മീഡിയ 1, തിരുവനന്തപുരം.